അത് കാടിൻ്റെ നടുവിൽ കൂടി ഇങ്ങനെ ഒരു ചെറിയ ഇടവഴിയാണ്, അതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാം, അല്ലെ ഷെയർ ചെയ്യാം, കമൻ്റ് അടിക്കാം, എന്ത് വേണം ചെയ്യാം. ഞാൻ കാടിൻ്റെ നടുവഴി പാതിലൂടെ പോവുകയാണ് കേട്ടോ. കാട് കണ്ടില്ലേ? ഇവിടെ ആരൊക്കെ ഉണ്ടോ, സുഹൃത്തുക്കളുണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. എന്നാലും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, മഴ പെയ്തല്ലേ. നടന്നു പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. വീണേനെ വീണില്ല. എന്നാലും ഈ ഒറ്റവടി പാതയിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു സുഖമാണ്. ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഇത്രയും വെയിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല വന്നപ്പോൾ ഒരു വയലിലാണ് വന്നത്. അതുകൊണ്ട് ഏത്തക്കുലകളെല്ലാം വിളഞ്ഞിരിക്കുന്നു. ചെറിയൊരു അരുവിയാണ്. മീനാണോന്ന് അറിയത്തില്ല. ഞാനൊന്ന് നോക്കട്ടെ, എന്താണെന്ന് നോക്കട്ടെ. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ, അതിൻ്റെ നടക്കത്തില്ല. കണ്ടോ ഏത്തക്കുല കാണിക്കുന്നത്? കണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. എന്തായാലും ഞാൻ കൈലിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ കൈലിയൊക്കെ മടക്കി കുത്തി നമ്മൾ നോക്കാം. ഉറവയാണ് കേട്ടോ, നല്ല ഒന്നാന്തരം വെള്ളം. കണ്ടില്ലേ? ഇവിടെ നിൽക്കുന്ന ഏത്തക്കുലകളാണ്. ഞങ്ങൾ നോക്കട്ടെ, പരിശ്രമിക്കാതെ. 2 പേര് പോയിട്ടുണ്ട്, അവരെ തിരക്കിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തായാലും നോക്കാം നമുക്ക്. അവിടെ വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അതാരോ പൈപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ പോലും പറ്റുന്നില്ല. കണ്ടില്ലേ? ഇവിടെ വെയിലുണ്ട്, നല്ല ഒന്നാന്തരം വെയിലാണ് അടിക്കുന്നത്. പക്ഷേ മരങ്ങൾ വയ്ക്കുന്നുണ്ട്. ഞാനൊന്ന് ചാടിട്ട, അപ്പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ കാല് വയ്യാതിരിക്കുന്നുണ്ട്. ചാടി കണ്ടോ? അവിടെ അയ്യത്തുനിന്ന് വരുന്ന ഇഞ്ചിയൊക്കെ ഉണ്ട്. കാടാണ്, മൊത്തം കാടാണ്. ഇവിടെ എന്തോ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വാഴത്തോപ്പിലാണ്. പിന്നെയും മുണ്ടഴിഞ്ഞെന്നാണ് തോന്നുന്നത്. മുണ്ടഴിഞ്ഞാൽ നമ്മൾ മടക്കി കുത്തത്തില്ലേ. അതുകൊണ്ട് നിങ്ങളെല്ലാം ഒന്ന് സഹകരിക്കണം, സന്തോഷമായിട്ടിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഏത്തക്കായുടെ കൂമ്പ് പൊടിക്കാനുള്ള പരിപാടി ഞങ്ങൾ. ഇവർ കൊല വെട്ടുമോ ഇല്ലയെന്ന് അറിയത്തില്ല. 2 പേര് പോയിട്ടുണ്ട്. എവിടെയാണെന്ന് ഞാൻ ഇപ്പോൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇതാണ് എനിക്ക് വേണ്ടത്. ഇപ്പോൾ അവരെ കണ്ടുപിടിക്കാനുള്ള പരിപാടി എന്ത് ചെയ്യേണ്ടത്? ഇവരെവിടെ ഉണ്ട്. ഓയ് സൗണ്ട് വന്നു കേട്ടോ. അപ്പോൾ ദൂരെയാണ്. ഇപ്പോൾ കിലോമീറ്റർ കണക്ക് ഇങ്ങനെ വാഴത്തോട്ടമാണ്. പന്നിയുടെ ശല്യം ഉള്ളതുകൊണ്ട് ചേമ്പൊക്കെ ഉണ്ട്. ഇപ്പം ഇതെല്ലാം ഉണ്ട്. ഓക്കെ, പാമ്പ് പിടിച്ചൊരു ആളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളെന്താ ചെയ്യേണ്ടത് അറിയാമോ? ഇപ്പം നമ്മൾ വാഴക്കൊല വെട്ടുന്നിടത്തോട്ട് പോവാം. വാഴ വെട്ടുന്നല്ല, വാഴക്കൊല. നമുക്ക് അങ്ങോട്ട് പോവാം ഇല്ലേ? കണ്ടില്ലേ? അടയ്ക്കാമരം വരെ വെട്ടി നശിപ്പിച്ച് ഇട്ടേക്കുവാണ്. ഇതൊക്കെ ചോദിക്കാനും പറയാനല്ലേ, പാവം പിടിച്ച കർഷകൻ്റെ ആണിത്. ദരിദ്രവാസികൾ വന്നിട്ട് ഇവിടെ ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും ഓരോ പരിപാടിയാണ്. അളിയാ, കൂമ്പെല്ലാം ഒടിച്ചോ? ഇത് എൻ്റെ സഹോദരൻ ആണ്. കൃഷിക്കാരൻ വന്നിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ കൂമ്പ് ഉണ്ട്. വേണമെങ്കിൽ ആൾക്കാർ ഒറിജിനൽ സാധനമാണ്. ഒരു നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, ഒരു വളവും ചെയ്യുക, നല്ല ജൈവവളം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇതാണ് ഉടമസ്ഥൻ. പുള്ളിക്കാരന് വയസ്സൊക്കെ ആയാലും പുള്ളിക്കാരൻ്റെ തലമുടി നരയ്ക്കത്തില്ല കേട്ടോ. വയസ്സൊക്കെ 50-60 വയസ്സായി. പക്ഷേ പുള്ളിക്കാരൻ ഇപ്പോഴും ഗംഗ. അപ്പം നമുക്ക് ഇത് ചേർക്കലാ. ഒരു 28 വയസ്സേ ഉള്ളൂ കേട്ടോ. കണ്ടാൽ പറയുമോ? പക്ഷേ കളവൻ മാതിരി ഇരിക്കുന്നില്ലേ. ഇതാണ് പ്രശ്നം. 60 വയസ്സുള്ള ആളും 20 കൊല വെട്ടി നല്ല ഒന്നാന്തരമായിട്ട് വെച്ച്. അതൊരു കമൻറ്റ് പറഞ്ഞേ. ഇതെങ്ങനെയാണ് വെട്ടുന്നതെന്ന് വെച്ചാൽ, അത് എങ്ങനെയാണ് കൊല എങ്ങനെ വെട്ടുന്നതെന്ന് പറഞ്ഞേ. പറഞ്ഞേ. അതല്ല, അത് വെട്ടുന്ന എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞാൽ മതി. ആദ്യമായിട്ട് എങ്ങനെയാണ് കൊല എങ്ങനെ വെട്ടുന്നത് അവർക്കറിയത്തില്ലല്ലോ, നമ്മുടെ സബ്സ്ക്രൈബറിന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഈ പറയുന്നത്.
എന്നോട് പറയുകയാണ് കൊല അങ്ങ് പറക്കി വെക്കാൻ കേട്ടോ. എനിക്ക് പണി തരാനുള്ള പരിപാടിയാണ്. നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യം അവർക്കറിയത്തില്ലല്ലോ. അവിടെ നിങ്ങൾക്ക് ഡേറ്റ് അങ്ങനെ ടൈം ഒറിജിനലാണ്, ഒറിജിനൽ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത്. ഈ പുള്ളിക്കാരൊന്ന് സംരക്ഷിക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ 50 രൂപയ്ക്ക് 1 കിലോ വാഴപ്പഴം മേടിച്ച് കഴിഞ്ഞാൽ അതിനകത്തൊന്നുമല്ല, ഞങ്ങൾ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റാണ്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അവിടെ പോയിട്ട് മേടിക്കുക എന്ന് പറയുമ്പോൾ 50 രൂപയ്ക്ക് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും ഏതാ മോനെ ഒന്ന് നോക്കി. നിങ്ങൾക്ക് അറിയത്തില്ല, എനിക്കറിയത്തില്ലപ്പാ. നിങ്ങൾ പറ, എന്നോട് ചോദിക്കുകയാണ് അത് വിളഞ്ഞാണോ എന്ന്. ഞാനിപ്പോൾ എന്താ പറയണ്ടേ? നിങ്ങളത് പറ. ചീനിക്കമ്പ് നട്ടതല്ല, ഇവിടെ കിടന്നതാണ്, മൊത്തം കിളിച്ച് വന്നിരിക്കുന്നത്. ഇപ്പം ഇത് ഒടിച്ചു മാറ്റണം എന്നുള്ള ചിന്താഗതിയൊന്നും ഇല്ല. അപ്പം അതിനകത്ത് നമുക്ക് ചീനി എങ്ങനെ വരും എന്നുള്ളതാണ് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഇപ്പം ഞങ്ങൾ കുറച്ച് ബിസിയാണ്. ഇത് ഓക്കെ, അതൊക്കെ ഓക്കെ അല്ലേ സന്തോഷേ? സോറി, ഞാൻ പറയാൻ മറന്നുപോയി. സന്തോഷം എന്ന പേര്, 28 വയസ്സേ ഉള്ളൂ. കണ്ടില്ലേ ചെറുപ്പക്കാരൻ, നല്ല ആഞ്ചൊക്കെ വിത്താ. പുള്ളിക്കാരന് ഭയങ്കര ഇതുണ്ട് കേട്ടോ. ചിരിക്കണ്ട, നിങ്ങളാരും ചിരിക്കരുത്. തമാശ രൂപേണയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന വീഡിയോ നല്ലപോലെ ചെയ്യണം. നിങ്ങളെല്ലാം നമുക്ക് ലൈക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ചെയ്യുന്നത്. എന്നോട് പറഞ്ഞതില്ല, പക്ഷേ പുള്ളിക്കാരൻ എന്ത് ചെയ്തേ വലിച്ച് താഴേക്ക് ഇട്ടോ. അടുത്ത അവൻ്റെ എമൗണ്ട് പറിക്കുവാണ്. ഒറ്റ വെട്ട്. പക്ഷേ രണ്ടാമത്തെ വെട്ടിനാണ് കൊണ്ടത്. ഒറ്റ വെട്ടായിരുന്നു നമ്മൾ. പുള്ളിക്കാരൻ ഇനി അത് വെട്ടി ആ കറ ദേഹത്തല്ലേ വീണിട്ടുണ്ട് എന്ന് തോന്നുന്നു. നല്ല ഒന്നാം തരം കായാണ്. ആവശ്യമുള്ളവർ ബന്ധപ്പെടാം. ഞങ്ങൾ ഇത് ഒറിജിനൽ ഓർഗാനിക്കാണ്. ഞങ്ങൾ 90 റുപ്പീസ് kg കൊടുക്കുന്നു. ഒറിജിനൽ ആണ് കേട്ടോ. വിപണിയിൽ കിട്ടത്തില്ല, അതുകൊണ്ട് വെട്ടുകയാണ്. വിപണിയിൽ കൊടുക്കുന്ന റേറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബന്ധപ്പെടാം. നമ്പറിൽ ബന്ധപ്പെടാം.